ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ട ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് പല ആളുകളും ചോദിച്ചൊരു സംഗതിയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് അല്ലേ, നമ്മൾ സാധാരണ നമുക്ക് സ്ട്രീറ്റിലൊക്കെ വരുന്ന സംഗതിയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ ഫേസിലോട്ട് അടിക്കുന്ന അടി. അത് നമ്മൾ ഒരുപാട് വീഡിയോസ്, 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പുതിയ ടെക്നിക്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടാണ് നമ്മളോട് ചോദിച്ചത് ഒരുപാട് ആളുകൾ. എന്തായാലും നമുക്ക് നോക്കാം. ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും ഇതുപോലുള്ള അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, സെൽഫ് ഡിഫെൻസ് ഇതുപോലുള്ള ടെക്നിക്സുകൾ നമുക്ക് അറിയണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ നമുക്ക് അടി വീഴും, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ അല്ലെ, നാണക്കേടൊക്കെ വരും. കാരണം മറ്റുള്ള ആളുകളുടെ ഇടയിൽ നമ്മളെ ഫാമിലിയായിട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൽഫ് ഡിഫെൻസ് ടെക്നിക്കുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, മാർഷൽ ആർട്സ് പോലുള്ള സംഗതികൾ പഠിക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള ട്യൂട്ടോറിയൽ ഇപ്പോൾ നമ്മളൊക്കെ എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം, ഞങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യണം, മാർഷൽ ആർട്സ് പഠിക്കാൻ പോകാനുള്ള സമയമില്ല. കുറേ ഓഫീസേഴ്സ് അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ചാനലിൽ വരുന്ന സംഗതികൾ നിങ്ങൾ വളരെ പിന്നെ എന്ത് ചെയ്യണം, നല്ല ശ്രദ്ധിച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഒരുപാട് ടൈമിൽ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു 10 തവണ ഉണ്ടെങ്കിൽ 10 തവണ പിന്നെ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് കിട്ടുക. അപ്പോൾ നമ്മൾ എത്രത്തോളം സ്പീഡിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ടെക്നിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നിരന്തരം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോസിൽ നമ്മൾ ആദ്യം തന്നെ പറയാനുള്ളത്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല കോൺഫിഡൻസ്, നല്ല ധൈര്യം വേണം. ധൈര്യം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് പിടിച്ചു വെക്കുക. ഇപ്പോൾ ഇടത് കൈ കൊണ്ട്, ഏത് കൈ കൊണ്ട് ചെയ്യാം. നമ്മൾ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ മുഖത്തോട്ട് അടിക്കുന്ന സാഹചര്യം നമുക്ക് സാധാരണ വരുന്നതാണ്. അതൊന്ന് അടിച്ചു വെക്കുക. അടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഫേസിലോട്ട് ഈ ഭാഗത്തോട്ടൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരും. അടിച്ചു വെക്കുക. അപ്പം നിൽക്കരുത്, നമ്മളിവിടെ നിൽക്കരുത്. നമുക്ക് തടുക്കുക, അതേപോലെ കൈകൊണ്ട് തടുക്കുക. മറ്റുള്ള സെൽഫ് ഡിഫെൻസ് ടെക്നിക്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇന്നത്തെ ഇതിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇത് താവലാണ് ഏറ്റവും ഇത്. ഓക്കെ, ആ താവുന്ന സമയത്ത് എല്ലാം ശ്രദ്ധിക്കുക. താവുക കണ്ടില്ല, ഈ ഒരു ലെഗ് നമ്മൾ താഴത്ത് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് എടുത്തു വെക്കാം. ഏറ്റവും നല്ലതാണ്. ഏത് രീതിയിലും ഇനിയിപ്പോൾ അങ്ങനെ എടുത്തു വെക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ താന്നാലും മതി. പക്ഷെ അതിനൊരു പരിധി ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും ബെറ്റർ നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, അങ്ങനെ താവുന്ന സമയത്ത് കണ്ടില്ലേ, ഇങ്ങനെ ഈ ഇടത് കാല് നമുക്ക് എന്ത് ചെയ്യാം, ഇടത് കാല് അങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ കരാട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കീബോർഡ് വെച്ച് സ്റ്റാൻസ് പോലെ സംഗതി പെട്ടെന്ന് എടുത്ത് വെക്കുക. അതായത് അമർന്നിട്ട് ഇവിടെ ഇരുന്ന് കൊടുക്കുക ഫ്ലോറിൽ. അപ്പോൾ നമുക്ക് അടിക്കുക. അവിടെ നിന്നാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. ഓക്കെ, ഇത് നമ്മൾ താന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അടി അങ്ങോട്ട് പോകും. അടിക്കുക, കണ്ടാ, ഇതിപ്പോൾ ഇതിലൂടെയാണ് ഇത് വരുന്നത്. നമ്മൾ താന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരും. ഓക്കെ, ആ വരുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. നമ്മൾ താകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കൈ ഇവിടെ വെക്കുക. ഈ കൈ കണ്ടില്ലേ, ഇത് നമ്മൾ പിടിക്കുക, പിടിച്ചിട്ട് താവാൻ നോക്കുക. മറ്റേത് നമ്മൾ വലിച്ചുകാണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാണ്, ഷർട്ട് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ വല്ല വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ താകുന്ന സമയത്ത് നമ്മൾ ഈ കൈ പിടിക്കുക. കണ്ട, ഈ കൈ പിടിച്ചിട്ട് താവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതിനുശേഷം നല്ല ശ്രദ്ധിക്കുക, നേരെ അങ്ങോട്ട് പൊങ്ങുക. കണ്ട, ഈ ഭാഗത്ത് പിടിക്കുക. നമ്മൾ പിടിക്കുന്ന സമയത്ത്, ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എല്ലാം ശ്രദ്ധിക്കുക. കണ്ട, ഇതിൽ ഞെക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇതിങ്ങനെ ഇങ്ങനെയല്ല പിടിക്കുന്നത്, ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഇത് തുറക്കും. നല്ല ശ്രദ്ധിക്കുക. ഒന്നും പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇടത് കാലെടുത്ത് വെച്ചു, കൈ പിടിച്ചിട്ട് നമ്മൾ ഉടനെ പൊക്കണം. ഇത് തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പൊക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവിടുന്ന് വീണ്ടും റിട്ടേൺ വരും. ഇടുക, നമ്മൾ താന്നു, നമ്മൾ പൊങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികം റിട്ടേൺ അടിച്ചു നോക്കുക. ഇവിടെ അടിക്കും. ഇനി അല്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും റിട്ടേൺ അടിക്കും. ഓക്കെ, അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കേണ്ടത്. വളരെ സ്ലോ ആയിട്ട് ഇതിൽ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോ ലെങ്ത് ആവാനല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പല ആളുകളും നമ്മളോട് പറയാറുണ്ട്, എന്താ അറിയോ, നിങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ സ്ലോവിൽ കാണിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണെന്നാണ് പല ആളുകളും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്ലോവിൽ ചെയ്യുന്നത്. ഓക്കെ, പിടിച്ചതിന് ശേഷം 2 ആക്ഷൻസ്. ഒന്ന് കാലെടുത്ത് വെക്കുക, ക്യാച്ച് ചെയ്യുക, താവുക. ഇത്രയേ ഉള്ളൂ സംഗതി. ഇത് 3ഉം കൂടി നമ്മൾ ഒരുമിച്ച് വരണം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം പ്രാക്ടീസ് ചെയ്യണമെന്നത്. ഓക്കെ, ചെയ്യാം. കാലെടുത്ത് വെച്ചു, പെട്ടെന്ന് നമ്മൾ പൊങ്ങണം. പെട്ടെന്ന് പൊങ്ങിയിട്ട് ഈ കൈ ഇതിൽ കൂടെ കൊണ്ടുവരാം. ഇനി ഇത് കണ്ടില്ലേ, അപ്പോൾ നിൽക്കുന്നതിനെ കണ്ടില്ലേ, ഭയങ്കര പ്രശ്നത്തിലാണ്. കാരണം വെച്ചാൽ ഇത് ഞാൻ പ്രസ് ചെയ്തിട്ടില്ല. അതിങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തീരും. ഇനി ഇതിൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ കാലിവിടെ വെച്ചതിന് ശേഷം എന്താ ചെയ്യുക, ഈ കാലിവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക. ഈ കാലിവിടെ വെച്ച് കണ്ട് ഇതുകൊണ്ട് മലത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്ര തന്നെ മതി ശരിക്ക്. ഈ ലെഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. ബാക്കത്തെ ലെഗും വരില്ല, ഇതും വരില്ല. ബാക്കത്തെ ലെഗ് എടുത്ത് നോക്കുക, ഒരു പരിധി ഉണ്ട്. ഈ കാലെടുത്ത് നോക്കുക, അതും പരിധി ഉണ്ട്. ഇനിയിപ്പോൾ തൂക്കും. അപ്പോൾ ഇതിങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭയങ്കര ഡേഞ്ചറാണ്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക.
പിടിക്കുക, പിടിക്കുന്ന നല്ല ഫാസ്റ്റിൽ അടിക്കണവരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സ്ലോയിൽ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം സ്ലോയിൽ വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ താകുമ്പോൾ തന്നെ ഒരു എന്ത് ചെയ്യുക, അപ്പോൾ സ്ലോയിൽ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അപ്പം നല്ല സ്പീഡിൽ അടിച്ചു വെക്കുക, അപ്പം തന്നെ പൊങ്ങുക. കണ്ടാ, എന്നാൽ അവരെ അടി ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ഇല്ലാതാവും ചെയ്യും. കണ്ടാ, ഞാൻ കൈയൊന്ന് എടുത്ത് നോക്കുക, കൈ എടുക്കാനുള്ള ഗ്യാപ്പ് ഇതേ വരണുള്ളൂ. അങ്ങനെ എടുത്ത് നോക്കുക, എടുത്ത് നോക്കുക, അങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുക, ഞാൻ കൈ എടുത്ത് നോക്കുക, എടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കണ്ടില്ല? ഇനി നമ്മൾ പറഞ്ഞ പോലെ ഈ സാധനം ഇവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് മറിക്കണമെങ്കിൽ കണ്ടാ, ആളിങ്ങിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് കംപ്ലീറ്റ് കണ്ടില്ലേ, നെക്കും കംപ്ലീറ്റ് പോകും. ഓക്കെ, ഒന്നും കൂടി ശ്രദ്ധിക്കാം, ഒറ്റ പ്രാവശ്യം കൂടി കാണിക്കാം. ക്യാച്ച് ചെയ്യുക, താവുക, പൊങ്ങുക. കണ്ട, പെട്ടെന്ന് സ്പീഡിലായിട്ട് ഇത് ചെയ്യണം. കാല് വെക്കുക, നമുക്ക് മറിക്കണമെങ്കിൽ മറിച്ചു കൊടുക്കുക. എന്തായാലും ഇന്നത്തെ ഈ സെൽഫ് ഡിഫൻസ് ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. ഓക്കെ, നിങ്ങളുടെ സഹകരണം, അതായത് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് അടിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ഒരുപാട് ആളുകൾ കാണുന്നുണ്ടല്ലോ, അതിന് റെസ്പോൺസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസ് ഇടാനുള്ള ഒരു ഉന്മേഷം കിട്ടും. ഓക്കെ, എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.